السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين الفائزين برضا. أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ഹിജ്റ വർഷം എന്നുള്ളത്. ദൈനംദിനം ജീവിതത്തിലെ നോക്കി വരുന്ന കലണ്ടർ. നാം ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പരിശുദ്ധമായ മുഹറം മാസം ഹിജ്റ കലണ്ടറിലെ 1-ാം മാസമാണ്. എങ്ങനെയാണ് ഹിജ്റ കലണ്ടർ ഉണ്ടാകുന്നത്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലും അതിന്റെ മുമ്പുള്ള കാലഘട്ടത്തിലും വർഷങ്ങളെയും തീയതികളെയും കണക്കാക്കിയിരുന്നത് ചില സംഭവ വികാസങ്ങളിലൂടെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. പിന്നീട് ഹിജ്റയുടെ 17-ാം വർഷം മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വിവിധ സ്ഥലങ്ങളിൽ ഗവർണറായി പോയ ആളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതുകയാണ്. നിങ്ങൾ പല കത്തുകളും കൊടുത്തയക്കുന്ന സമയത്ത് ആ കത്തുകൾ കിട്ടുമ്പോൾ അതിനൊരു താരീഖ്, ഒരു ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഏത് കത്തിനാണ് ആദ്യമായി നിയമം നടപ്പിൽ വരുത്തേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടൊരു താരീഖ്, ഒരു തീയതി സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സ്വഹാബാക്കളെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു മുഷാവറ, ഒരു കൂടി ആലോചന നടത്തുകയാണ്. സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾക്കും ഒരു കലണ്ടർ ആവശ്യമാണ്, ഒരു താരീഖ് ആവശ്യമാണ്. അങ്ങനെ സ്വഹാബാക്കളിൽ നിന്ന് പലരും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. ചില സ്വഹാബാക്കൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കണക്കാക്കാൻ വേണ്ടി. ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കണക്കാക്കാൻ. ചില സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് കണക്കാക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹിജ്റത്തു ഫറഖത്ത് ബൈനൽ ഹഖ് വൽ ബാതിൽ. ഹിജ്റ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിട്ടുപിരിച്ച സംഭവമാണ്. അങ്ങനെ ഹിജ്റ വർഷം 17-നായിരുന്നു ഏറ്റവും മർമ്മപ്രധാനമായ, മുസ്ലിം ലോകം എന്നുമെന്നും ചിന്തിക്കേണ്ടതും സന്ദേശം ഉൾക്കൊള്ളേണ്ടതുമായ സംഭവമാണ് ഹിജ്റ എന്നതുകൊണ്ട് തന്നെ ഹിജ്റ മുതൽക്കാകാം കണക്ക് കൂട്ടൽ എന്നായിരുന്നു സ്വഹാബാക്കൾ എല്ലാവരുടെയും തീരുമാനം. ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സഫർ മാസത്തിലെ ഒടുവിലെ വ്യാഴാഴ്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. പുറപ്പെട്ട് രണ്ടുപേരും ഗാർ സൗറിൽ, സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നത്. അവിടെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം സൗർ ഗുഹയിൽ നിന്നു. റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ച വരെ, പിന്നീട് തിങ്കളാഴ്ച സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. 8-ാമത്തെ ദിവസം, 8 ദിവസത്തെ സുദീർഘമായ യാത്രയ്ക്ക് ശേഷം റബീഉൽ അവ്വൽ 8-ന് മസ്ജിദ് ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എത്തി. അങ്ങനെ അവിടെ നിന്ന് റബീഉൽ അവ്വൽ 12-നാണ് മസ്ജിദുൽ ഖുബായിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ അന്തി ഉറങ്ങുന്ന മസ്ജിദ് നബവിയിലേക്ക് എത്തിപ്പെടുന്നത്.
അപ്പോൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാവണല്ലോ പരിശുദ്ധമായ ഹിജ്റ വർഷം കണക്കാക്കേണ്ടത്. എന്തുകൊണ്ടാണ് പരിശുദ്ധമായ മുഹറം മാസത്തിനെ തിരഞ്ഞെടുത്തത്? മുഹറം മാസത്തിനെ കണക്കാക്കാൻ കാരണം ദുൽഹിജ്ജ മാസത്തിലാണ് പ്രത്യേകമായ മദീന നിവാസികളുമായി ഒരു ബൈഅത്ത് ഉണ്ടാകുന്നത്. ഹിജ്റ പോകലിനെ കുറിച്ച് ചിന്തിക്കണം എന്നും തീരുമാനമെടുക്കുന്നതും ദുൽഹിജ്ജയിലായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷമുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അങ്ങനെ സ്വഹാബാക്കൾ അതെല്ലാം ഒരു തീരുമാനമെടുത്ത്, അതേപോലെ ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങൾ വരുന്ന ഒരു സമയം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മാസമായ പരിശുദ്ധമായ മുഹറം മാസത്തിന് അവർ ഒന്നാമത്തെ മാസമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ഹിജ്റ കലണ്ടർ. ആ കലണ്ടർ അനുസരിച്ചാണ് നമ്മുടെ പ്രായപൂർത്തിയുടെ വർഷങ്ങൾ കണക്കാക്കുന്നതും അതുപോലെ തന്നെ ഹജ്ജ് മറ്റതെല്ലാം തീരുമാനിക്കുന്നത് പരിശുദ്ധമായ ഈ ഹിജ്റ കലണ്ടർ അനുസരിച്ചാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.